ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്റ്റാറിൻ്റെ പാച്ച് വർക്ക് ഉള്ളതായ നല്ല ഉടുപ്പാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ ആയിട്ട് നമ്മളുടെ ഒരു അൺബോക്സിങ് കാണാം. സിസറാണ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്. ഇത് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. നമ്മളെ വീഡിയോയിൽ കാണുന്നതായി സിസർ അത്ര ഭംഗിയില്ല എന്ന് പറഞ്ഞിട്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. നല്ല സിസറാണ്, നല്ല ഷാർപ്പും ഉണ്ട്, നല്ല ഭംഗിയുമുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയുള്ള വീഡിയോസിൽ ഈ സിസർ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം. അപ്പോൾ അത് ഗിഫ്റ്റ് ചെയ്തത് എൻ്റെ മാമയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്റ്റാറിൻ്റെ പാച്ച് വർക്ക് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ളതായ ഫ്രോക്കാണ് നമ്മൾ ഇന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. ബോട്ടം പാർട്ടിലേക്ക് പ്ലെയിൻ ആയിട്ടുള്ള റെഡ് പീസും യോക്ക് പാർട്ടിലേക്ക് ആഷിലെ റെഡ് പ്രിൻറ്റഡ് ആയിട്ടുള്ള ക്ലോത്താണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ബോട്ടം പാർട്ടിലെ പ്ലെയിൻ പീസിലേക്കാണ് നമ്മൾ സ്റ്റാർസ് പാച്ച് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ കട്ടിങ്ങിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമ്മുടെ യോക്ക് പാർട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. മെഷർമെൻറ്റ്സ് ഓൾറെഡി എല്ലാവരും തന്നിട്ടുണ്ട്. അതേപോലെ മെഷർമെൻറ്റ്സ് എടുത്താൽ മതി. ഒരു 2 to 3 ഇയേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കണ്ടൻസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ കണ്ടൻസ് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ നമ്മളുടെ മാർക്കിങ് കഴിഞ്ഞു. യോക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. വളരെ എളുപ്പമുള്ള മോഡലാണ്. ബിഗിനേഴ്സ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് തയ്ച്ചെടുക്കാൻ പറ്റുന്ന നല്ല നല്ല ഭംഗിയുള്ള മോഡലും ഈസി ആയിട്ടുള്ള മോഡലാണ് നമ്മൾ കാണിച്ചിരുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെയിലി ഒരു ½ an hour നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റി വെച്ചാൽ മതിയെന്ന്. അപ്പോൾ ഡെയിലി ½ an hour നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്യുമ്പോൾ തെറ്റുകൾ എന്തായാലും ഉണ്ടാവും. തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ തെറ്റ് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് മനസ്സിലാക്കിയിട്ട് അത് കറക്റ്റ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ട്രയൽ ആൻഡ് എറർ സെക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് കൊടുക്കുന്നതായ ഈ ഒരു ½ an hourഉം അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതായ സംഭവങ്ങളും നമുക്ക് ഫ്യൂച്ചറിലേക്ക് വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള സ്കില്ലായിട്ട് മാറും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ബോട്ടം പീസ് റെഡ് പ്ലെയിൻ പീസാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിലേക്ക് ടൈ ചെയ്യാനായിട്ടും ഈ പ്ലെയിൻ പീസ് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഈ പ്ലെയിൻ പീസിലേക്ക് പാച്ച് വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർസ് ആണ് നമ്മൾ പ്രിൻറ്റഡ് മെറ്റീരിയലിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം അതിനായിട്ട് ഞാനൊരു പേപ്പറിലാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് എങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. 3 ഇഞ്ച് വീതിയും അതിൻ്റെ കറക്റ്റ് നടുഭാഗം 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് നിന്നിട്ട് മുകളിലേക്ക് 2 ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടും. ആ ട്രയാങ്കിൾ ഷേപ്പ് കട്ട് ചെയ്തിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഭംഗിയുള്ള സ്റ്റാർ കിട്ടും. അപ്പോൾ ആദ്യം നിങ്ങൾ ഒരു പേപ്പറിൽ കട്ട് ചെയ്യുക. ആ പേപ്പർ പീസ് വെച്ചിട്ട് തുണിയിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആ തുണിയുടെ 3 സൈഡ്സും തന്നെ ഒന്ന് മടക്കി അടിച്ചിട്ടാണ് നമ്മൾ ഈ പാച്ച് വർക്ക് വീണ്ടും നല്ല തുണിയിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ പ്ലെയിൻ ആയിട്ടുള്ള സാരി ആണെങ്കിലും ബ്ലൗസ് ആണെങ്കിലും ഈ ക്രിസ്മസിനെ നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ളൊരു പാച്ച് വർക്കാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോവും ഈ ഇൻഫർമേഷനും ഒക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ട്രയാങ്കിളിൻ്റെ 3 വശങ്ങളും തന്നെ ഒന്ന് ചെറുതായിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 ട്രയാങ്കിൾ ചേർത്ത് വയ്ക്കുമ്പോൾ സ്റ്റാർ പോലെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റാർ സെറ്റായി കിട്ടി. ഇനി ഇതിലേക്ക് ഒരു വൈറ്റ് കളറിൽ ഫ്ലവർ പോലത്തെ ഹാങ്ങിങ്ങും കൂടി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു ലേസാണ് എടുത്തിട്ടുള്ളത്. ആ ലേസിനെ ഹാങ്ങിങ്സിൻ്റെ ലെങ്ത്ത് എത്ര വേണോ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഓൾറെഡി
സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റാറിൻ്റെ അടിക്ക് ഈ ഹാങ്ങിങ്സും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ഗം ഇട്ടിട്ട് അതവിടെ ഫിക്സ് ചെയ്യുന്നത്, എന്നിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ മെഷീനിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ കൈകൊണ്ട് തുന്നുണ്ടെങ്കിൽ അങ്ങനെയും തുന്നി കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ ഭംഗിയുള്ളതായ സ്റ്റാറും താഴേക്ക് നല്ല ഹാങ്ങിങ്സും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ബോട്ടം പാർട്ടിൻ്റെ പാച്ച് വർക്ക് ഇവിടെ അവസാനിച്ചു. ഇനി നമ്മൾ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കുകയാണ്. യോക്ക് പാർട്ടിൻ്റെ ഷോൾഡേഴ്സ് ജോയിൻ ചെയ്യുന്നത്. പിന്നീട് നമ്മളുടെ ബാക്കിലേത്തെ ഓപ്പണിങ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ നെക്ക് ക്രോസ് പീസ് വെച്ചിട്ട് റൗണ്ട് നെക്കാണ് എടുത്തുള്ളത്. അതിനെ ആദ്യം ഒന്ന് അടിച്ചിട്ട് വീണ്ടും ഒരട്ടം കൂടി മടക്കി അടിക്കുന്നുണ്ട്. നമ്മൾ സ്ലീവ് ഇല്ലാത്ത ഡ്രസ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആം ഹോളിൻ്റെ അവിടെയും സെയിം നെക്കിന് ചെയ്ത പോലെ തന്നെയാണ് ക്രോസ് പീസ് വെച്ചിട്ട് മടക്കി അടിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ഹുക്കിൻ്റെ സൈഡാണ്. ഹുക്കിൻ്റെ സൈഡും ഓരോ പീസ് തുണി വെച്ചിട്ട് മടക്കി അടിക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ യോക്കിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞു. ഇനി നമ്മുടെ ബോട്ടം പാർട്ട് അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ്. ബോട്ടം പാർട്ടിലേക്ക് ഫ്രിൽസ് ഇടാനായിട്ട് ആദ്യം ഒരു സ്റ്റിച്ച് അടിച്ചു കൊടുക്കുക. എന്നിട്ട് ആ സ്റ്റിച്ചിൻ്റെ ഒരു നൂല് മാത്രം വലിച്ചു കഴിഞ്ഞാൽ ചെറിയതായിട്ടുള്ള ഫ്രിൽസ് നിങ്ങൾക്ക് ഫോമായി കിട്ടും. യോക്ക് പാർട്ടിൻ്റെ ലെങ്ത് എത്രയാണോ അതിനനുസരിച്ച് ആ ഫ്രിൽസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് യോക്ക് പാർട്ടും ആ ബോട്ടം പാർട്ടും കൂടിയിട്ട് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. അതേപോലെ തന്നെയാണ് നമ്മുടെ ബാക്കിലും ചെയ്യുന്നത്. രണ്ട് ഭാഗവും നമ്മുടെ ബോട്ടം പാർട്ടും യോക്ക് പാർട്ടും ജോയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ സൈഡ്സാണ് അടിച്ചു കൊടുക്കുന്നത്. അതിന് മുന്നായിട്ട് ബാക്കിലേക്ക് ടൈ ചെയ്യാനായിട്ടുള്ള റോപ്പും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. റോപ്പ് രണ്ട് സൈഡിലും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് സൈഡ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രോക്ക് കംപ്ലീറ്റ് ആവാറായി. ഇനി അടിഭാഗം കൂടി ഒന്ന് മടക്കിയടിക്കുന്നുണ്ട്. ഒരു ഇഞ്ച് വീതിക്കാണ് അടിഭാഗം മടക്കിയടിക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ളതായ ഉടുപ്പ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു പാച്ച് വർക്കും നല്ല ഭംഗിയുള്ളതായ ഫ്രോക്കാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റുന്ന മോഡലാണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ ചെയ്തിട്ടുള്ള പാച്ച് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാരീസിലും ചുഡീസിലും ഒക്കെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിതിലൊരു ഫ്രോക്കിലാണ് കാണിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ഐഡിയ പോലെ അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഒന്നും കൂടി ഭംഗിയാക്കാൻ പറ്റുമോ അത്രയും മാറ്റങ്ങൾ വരുത്തിയിട്ട് നല്ല ഭംഗിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്ന സമയമായി. നെക്സ്റ്റ് വീക്കിലെ അടിപൊളി വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഇതുവരെയും തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.